ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിക്സഡ് സൈസസിലുള്ള കളക്ഷൻസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ വീഡിയോസ് കണ്ടിട്ട് കിട്ടാത്ത കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരോട് ഞാൻ സോറി പറയാണ്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ആർക്കും നമ്മൾ തരാത്തതോ ഒന്നുമല്ല. നമുക്ക് കുറച്ച് പീസസിൽ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ച് പീസസേ ഉണ്ടാവുള്ളൂ. ഞാനത് ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്. നമുക്ക് ക്വാണ്ടിറ്റീസ് കുറവാണ്, പക്ഷെ മോഡൽസ് ഒരുപാട് ഉണ്ടാവും. ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ടാവും. അത് ഡിഫറെൻറ്റ് സൈസസിലായിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് സൈസസ് ഒരുപാട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ടോപ്പിലും ഒരുപാട് പീസസ് ഉണ്ടാവത്തില്ല കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാറുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് തരാത്തതോ അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ്സോ അങ്ങനെ ഒന്നും അല്ല സംഭവം. ഇങ്ങനെയാണ് കാര്യം. നമുക്ക് അത്രയും ക്വാണ്ടിറ്റീസ് ഒരു ഇതിലുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് യുണീക്ക് പീസസ് ആണെന്ന് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പിലുള്ളത് പോലെ ഒരുപാട് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് സൈസ് മെഷർമെന്റ്സിൽ നമുക്ക് അങ്ങനെ സൈസ് ചാർട്ടും അല്ലെങ്കിൽ കളർ ചാർട്ട് വൈസ് അങ്ങനെ നമുക്ക് ഉണ്ടാവത്തില്ല. ഉള്ളത് യുണീക്ക് പീസ് ആയിട്ടുള്ള കുറച്ച് പീസസ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരിലും ഉണ്ടാകാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കും നമ്മളും ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ എങ്കിലും പലർക്കും പല ഡിസൈൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം വേറൊന്നും വിചാരിക്കരുത്, കിട്ടാത്തവർ വിഷമിക്കരുത്. കുറേ പേർക്ക് പരാതികളുണ്ട്. അത് മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ആരും പരാതിയൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പോൾ ഇന്ന് കിട്ടിയില്ല എങ്കിലും അടുത്ത വീഡിയോസിൽ ചിലപ്പോൾ നമുക്ക് അടുത്ത പാറ്റേൺസ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. നമുക്കുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതൊരു കാരണവശാലും ആരും കൊണ്ടുപോകത്തില്ല. നമുക്കുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് തന്നെ ദൈവം തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോസിലാണെങ്കിലും നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടാത്തവരോട് ഒന്നുകൂടെ സോറി പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് വീണ്ടും പറയാൻ കാരണമേ. ഇന്നത്തെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ ഡീറ്റെയിലിംഗ് ആണ്. ബാക്ക് സൈഡിൽ ഇത് ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോയിങ് ഫാബ്രിക് ആണ്. നല്ല നൈസ് കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ആണെങ്കിലും റിച്ച് ക്വാളിറ്റിയിലാണ് വരുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ബ്ലാക്ക് ബേസ് വന്നിട്ടുണ്ട്. സ്റ്റാറിന്റെ ഡിസൈൻസ് ആണ് കംപ്ലീറ്റ്ലി വരുന്നത്. സ്ലീവ് നമുക്കൊരു ചെറിയൊരു പ്ലീറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. വാഷ് ചെയ്താലൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന സംഭവങ്ങളാണ്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് കേട്ടോ. ലാർജിന് ലൂസ് ഫിറ്റിൽ, എക്സലിന് കംഫർട്ടബിൾ ഫിറ്റും ആയിരിക്കും. പ്രൈസ് റേഞ്ച് വരുന്നതും 375. നെക്സ്റ്റ് വന്നിരിക്കുന്ന കേട്ടോ നല്ല സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. ഈ കളേഴ്സ് ഒക്കെ നമുക്ക് വീഡിയോസിൽ എങ്ങനെ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വൈറ്റ് ഒക്കെ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്, പക്ഷെ നല്ല സ്കൈ ബ്ലൂ ശരിക്കും ആ ഒരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽസ് ആണ്. അപ്പർ പോർഷൻ യോക്ക് പോർഷനിലുള്ളതാണെങ്കിലും ലോവർ പോർഷനിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ വരുന്നത്. സോഫ്റ്റ് ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 380. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു നമ്മുടെ റോസ് മിൽക്കിന്റെ ഒക്കെ കളർ, ഒരു റോസ് അങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ 2 സൈഡ്സിൽ ഇത് ഇങ്ങനെ ഒരു പോക്കറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 സൈഡ്സിലും അത് വരുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ നല്ല ഫ്ലോയിങ് ഫാബ്രിക് ആണ്. ഫ്രണ്ട് പോർഷനിലെ ബട്ടൺ ഫുള്ളി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫ്രണ്ട് യോക്ക് പോർഷനിൽ ഈ ഒരു ഡിസൈനിങ് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ. അത്യാവശ്യം ലെങ്ത് ഉള്ള പാറ്റേൺ ആണ്. സൈസസ് സ്മോൾ മീഡിയം. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ അത് ഇത് വരുന്നത്. ഓഫ് വൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസിനകത്ത് നമ്മൾ ഇന്നേഴ്സ് യൂസ് ചെയ്യണം. നമുക്കറിയാൻ പറ്റുമല്ലോ ഇങ്ങനെയുള്ള കളേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മൾ ഇന്നേഴ്സ് യൂസ് ചെയ്യേണ്ട പാറ്റേൺ ആണ്. എന്നാൽ ഭയങ്കരമായിട്ട് സീ ത്രൂ ആയിട്ടുള്ളതല്ല. പക്ഷെ ഈ ഒരു സിംഗിൾ കളേഴ്സ് ഒക്കെ വരുമ്പോൾ കൂടുതൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണം. ഫ്രണ്ട് പോർഷനിൽ ഈ ബട്ടൺ ഫുള്ളി നമുക്ക് ഓപ്പൺ ചെയ്യാം. നെക്കിന്റെ പോർഷൻ ഒക്കെ ഈ ഒരു ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ ഒക്കെ ഉണ്ടല്ലോ ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ എന്നെ രസമുള്ള മെറ്റീരിയൽസ് ആണെന്ന് അറിയാം. നല്ല സോഫ്റ്റ് ആണ്. എല്ലാം കൂടെ നോക്കുമ്പോൾ ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ. നല്ല കൊറിയൻ പാറ്റേൺസ് ആണ് വരുന്നത്. നെക്കിൻ്റെയും ഈ യോക്ക് പോർഷനിലും എല്ലാം ഈ ഒരു എലാസ്റ്റിക് ഒരു മെറ്റീരിയൽ ആണ്. സ്ലീവ് ഒക്കെ വരുമ്പോൾ കണ്ടോ ഒരു ലൂസ് ഫിറ്റിൽ വരും. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ. ലാർജുകാർക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. പ്രൈസ് റേഞ്ച് വരുന്നത് 375. പിന്നെ നമ്മളിത് ഈ ഒരു മാനിക്യൂണിൽ വെയർ ചെയ്തിരിക്കുന്ന പാറ്റേൺ കണ്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ. അതുപോലെ അതിന്റെ മോഡൽസ് കണ്ടോ. ഞാൻ ഇതിനകത്ത് ഇന്നേഴ്സ് യൂസ് ചെയ്യാതെ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ചില മെറ്റീരിയൽസ് ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്ന ടാങ്ക് ടോപ്പ് പോലുള്ള ഐറ്റംസ് ഇട്ടിട്ട് നമ്മളിത് വെയർ ചെയ്താൽ ഒട്ടും ട്രാൻസ്പെറൻറ്റ് ഉണ്ടാവില്ല. ഞാൻ ലാസ്റ്റ് ഈ വീഡിയോസിൽ ഞാനൊരു ടാങ്ക് ടോപ്പ് യൂസ് ചെയ്തിട്ട്
ഈ ടോപ്പ് ഇട്ടിരിക്കുന്നതും കൂടെ ഞാൻ ആ വീഡിയോസിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഇന്നേഴ്സ് യൂസ് ചെയ്യാതാണ് ഈ ടോപ്പ് കാണിച്ചിരിക്കുന്നത്. ഇന്നേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കവറേജും കൂടെ ഞാൻ ഇതിന്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ആണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പോൾക്കാ ഡിസൈൻസ് ആണ്. പോൾക്കാ ഡിസൈൻസ് വരുന്നതെന്ന് പറയുമ്പോൾ നല്ലൊരു ത്രെഡിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. മെറ്റീരിയലും അങ്ങനെ ഒരു ത്രെഡ് ടൈപ്പ് ആണ് വരുന്നത്. സ്ലീവ് വരുമ്പോൾ ഒരു ഫുൾ സ്ലീവ് ഉണ്ടാവും. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലിന് ലൂസ് ഫിറ്റ് ആയിരിക്കും, ഡബിൾ എക്സൽ ആറിനും ഓക്കെ ആയിരിക്കും. പ്രൈസ് റേഞ്ച് വരുന്നത് 390. മെറ്റീരിയൽ കണ്ടോ, നല്ല റിച്ച് ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബ്രിക്ക് കളറിന്റെ ഒരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല മെറ്റീരിയൽ ആണ്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഐറ്റം ഒന്നുമല്ല. ഫ്രണ്ട് പോർഷൻ എല്ലാം ഇങ്ങനെ ടൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ മോഡലും ഇതുപോലെ തന്നെ കണ്ടോ ടൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നല്ല ഭംഗിയാട്ടോ. നമുക്കിത് അങ്ങനെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. സ്ലീവിന്റെ എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ചെറിയൊരു ഫ്രില്ല് കാര്യങ്ങളുണ്ട്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. സിംഗിൾ കളർ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡിൽ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. സൈസസ് മീഡിയം ലാർജ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പറയുമ്പോൾ ലാർജ് എക്സലിന് പറ്റുന്ന ഒരു സ്ട്രെച്ചബിൾ ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത്. ഇതിനകത്ത് ഇന്നർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഡീറ്റെയിലിംഗ് ഇങ്ങനെ ഒരു ഷ്രഗ് പോലെ ഓപ്പൺ രീതിയിൽ നമുക്ക് കിടക്കും കേട്ടോ. ബാക്ക് സൈഡ് ഇത് കവർ ചെയ്താണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഡീറ്റെയിലിംഗും കാര്യങ്ങളുമാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സ്ലീവ് ഒക്കെ ആണെങ്കിലും സ്കാലപ്പ് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത്. ലാർജ് എക്സൽ ആണ് സൈസ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 399. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ്. നല്ലൊരു വൈബ്രന്റ് കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേണും ആണ്. സ്ലീവ് വരുമ്പോൾ എൻഡിങ്ങിലേക്കൊക്കെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷനിൽ ഇത് ഈ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടോ വേറെ ചെയ്താൽ കാണാൻ സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന നല്ല ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 380. നല്ലൊരു റൗണ്ട് നെക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. സ്ലീവ് ഒക്കെ ആണെങ്കിൽ ലൂസ് ഫിറ്റിൽ വേറെ ചെയ്യാം. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. മെറ്റീരിയൽ ക്വാളിറ്റി റിച്ച് ക്വാളിറ്റിയിൽ വരുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. നമുക്ക് ബോഡിയോട് ചേർന്ന് കിടക്കുന്ന പോർഷനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ്. നിങ്ങൾ കാണുമ്പോൾ സാധാരണ ഒരു നോർമൽ ഫാബ്രിക് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഈ മെറ്റീരിയൽസ് ഒക്കെ കയ്യിൽ എടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിന്റെ ക്വാളിറ്റി എന്നാന്നുള്ള. അത്ര നല്ല സോഫ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ്. എല്ലാ ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ആണ് വരുന്നത്. മിഷൻ വാഷ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കളർ ഡാമേജസോ മെറ്റീരിയൽ ഡാമേജസോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സൈസസ് ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ. പ്രൈസ് റേഞ്ച് വരുന്നത് 380. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ചിക്കു ആ ഒരു ടൈപ്പ് കളർ ഷെയ്ഡാണ് വരുന്നത്. മെറ്റീരിയൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന നല്ല ഒരു റിച്ച് ക്വാളിറ്റിയിൽ വരുന്ന ഒരു സിൽക്ക് ബേസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അതിൻ്റെ മോഡലൊക്കെ നോക്കിക്കേ എന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെയാണ്. സ്ലീവ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പാറ്റേൺസ് ഒക്കെ വളരെ ഡിഫറെൻറ്റ് പാറ്റേൺ ഒക്കെയാണ്. സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. പക്ക കൊറിയൻ മോഡൽസ് ആണ്. ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു പിൻഡക് മോഡൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തൊക്കെ ഇന്നേഴ്സ് യൂസ് ചെയ്യണം. എന്നാൽ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല റിച്ച് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് തന്നെയാണ്. ബ്ലാക്കോ വൈറ്റോ ഏത് ഇന്നേഴ്സ് ക്രീമോ ഏതാണെങ്കിലും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്താൽ മതി. നല്ല ലെങ്തും കാര്യങ്ങളൊക്കെ ഉള്ള ബ്യൂട്ടിഫുൾ പാറ്റേൺ. സൈസസ് എക്സൽ സൈസ് ആണ് നമുക്ക് വരുന്നത്. ലാർജിന് സ്വല്പം ലൂസ് ഫിറ്റിൽ വെയർ ചെയ്യാൻ പറ്റും. പ്രൈസ് റേഞ്ച് വരുന്നത് 380. വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷർട്ട് പാറ്റേൺ ആണ്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ആണ്. ഫ്ലോയിങ് ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻസ് ആണ്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. നല്ല ഫ്ലോയിങ് ഫാബ്രിക്. സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് ഒക്കെ ഉണ്ടാവും. അടിപൊളി ഒരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സൈസസ് എക്സൽ, ഡബിൾ എക്സൽ. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. പക്ക പാരറ്റ് ഗ്രീൻ ആണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഗ്രീനിൽ തന്നെ നമുക്ക് ബോട്ടിൽ ഗ്രീൻ, പാരറ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം. പാരറ്റ് ഗ്രീൻ ആണ്. എന്താ ഭംഗിയാണെന്നറിയോ കളർ കാണാൻ. മെറ്റീരിയൽ ആണെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. കംപ്ലീറ്റ്ലി അതിൽ തന്നെ ഒരു സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഷോൾഡറിൽ നമുക്ക് കട്ടിങ് ഉണ്ടാവില്ല. ഓഫ് ഷോൾഡർ മോഡൽ കണ്ടോ. ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ട് വരുന്ന ഒരു സ്ലീവ് പാറ്റേൺ ആണ്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. ലോങ് ലെങ്തിലാണ് വരുന്നത്. ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി താഴേക്ക് വരുമ്പം ഈ ഒരു ഡിസൈനിങ് ആണ് വരുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫുള്ള്. ബാക്ക് സൈഡും സെയിം തന്നെ ആ ഒരു മോഡലിലാണ് വരുന്നത്. ലോങ് ലെങ്തിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കണ്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ, ഡബിൾ എക്സൽ ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ സൈസുകാർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ലോങ് ലെങ്തിൽ വരുന്ന ഷർട്ട് പാറ്റേൺ ആണ് ഇത് കേട്ടോ. ഇതിന്റെ ലെങ്ത് നമുക്ക് കണ്ടോ നല്ല രീതിയിൽ കവറേജ് ഉള്ള നല്ലൊരു അടിപൊളി ഒരു പാറ്റേൺ ആണ്.
മെറ്റീരിയലൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിച്ച് ക്വാളിറ്റിയിൽ വരുന്ന ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ്. സോഫ്റ്റ് ആണ്, അല്ലാതെ ഇങ്ങനെ ഹാർഡായിട്ട് നിൽക്കുന്ന ടൈപ്പായിട്ടല്ല, ഒട്ടും സ്റ്റിഫ് അല്ല, ഹാർഡല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്സ് ആണ്. ഫ്രണ്ട് പോർഷൻ ബട്ടൺ ഫുള്ളി ഓപ്പൺ ചെയ്യാം. സ്ലീവ് ഒക്കെ നല്ല ഫുൾ സ്ലീവ് ലെങ്ത് ഉണ്ട്, ടോപ്പിനും ലെങ്ത് ഉണ്ട്. അകത്തൊരു ഇന്നേഴ്സ് ഒക്കെ ഇട്ട് ഓപ്പൺ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് വേണമെങ്കിലും വെയർ ചെയ്യാം. ഓവർ സൈസ്ഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസ് ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് XXL, XXL. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് വന്നിരിക്കുന്നതും XXL, XXL ആർക്കുള്ള അടിപൊളി ഒരു വെറൈറ്റി പാറ്റേൺ ആണ്. നോക്കിക്കുക, നല്ലൊരു ഗ്യാദേഴ്സ് പോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഫ്ലോറൽ ഒരു എന്താ പറയുക, ഒരു ഫ്രില്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡൽ. കുറച്ച് മോഡലായിട്ടൊക്കെ വെയർ ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് കളക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇന്നേഴ്സ് യൂസ് ചെയ്യണം, പക്ഷെ മെറ്റീരിയലൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ മോഡൽസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും സ്ഥിരം നമ്മൾ ഒരേ മോഡൽസ് കൊണ്ടുവരും, അത് കുറച്ചുകൂടെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് പ്ലസ് സൈസസിലും കൊണ്ടുവരണമല്ലോ. അപ്പം നമ്മൾ പ്ലസ് സൈസുകാർക്ക് ഇത് അടിപൊളിയായിട്ട് വെയർ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ എക്സൽ സൈസസിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ ഓവർ സൈസിലായിട്ട് വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ്. ഇന്നർ യൂസ് ചെയ്യണം. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് XXL, XXL ആണ്. പ്രൈസ് റേഞ്ച് നമുക്ക് വരുന്നത് 380. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് വൈറ്റ് പിങ്ക്, ഒരു പിങ്ക് കളർ ഷെയ്ഡും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്ലീവ് ഒക്കെ ഇത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ വരും കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഡീറ്റെയിലിംഗ് ആണ്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ തന്നെ വരും. യോക്ക് പോർഷനിലാണ് നമുക്കൊരു ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി നമുക്ക് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ, അത് ഒരുപാട് സീത്രോ ഒന്നും അല്ല കേട്ടോ. സ്ലീവും സെയിം തന്നെയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ലീവാണ് കേട്ടോ. മോഡലൊക്കെ കണ്ടോ. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 380. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈൻ ആണ്. ഇപ്പോൾ ഇത് നമ്മൾ വെയർ ചെയ്തിരിക്കുന്ന ഏകദേശം വരുന്ന ഒരു പാറ്റേൺ ആണ്. സൈസസ് പക്ഷേ സ്മോൾ ആണ് കേട്ടോ. സ്മോൾ സൈസ്, മീഡിയം സൈസ് ആർക്കാണ് ഇത് പറ്റുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ ടൈ ചെയ്യാനുള്ള സെയിം ഇതുപോലുള്ള ഒരു മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഫ്രില്ല് കാര്യങ്ങളുണ്ട്. ഫ്ലോയിങ് ഫാബ്രിക് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ മോട്ടീവ്സ്, കംപ്ലീറ്റ്ലി ഫ്ലോറൽ മോട്ടീവ്സ് ആണ് വരുന്നത്. സോഫ്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്സ്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷനിൽ കണ്ടോ ഒരു സ്റ്റോൺ വർക്കിൻ്റെ ഒരു ചെറിയൊരു ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ്. സ്മോളിനും മീഡിയത്തിനും ഒക്കെ ആയിട്ട് വരും. പ്രൈസ് റേഞ്ച് വരുന്നത് 380. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് XXL, XXL ആർക്ക് പറ്റിയൊരു ഷർട്ട് പാറ്റേൺ ആണ്. കോളർ ടൈപ്പ് ആയിട്ടാണ് തന്നെ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കോളർ പാറ്റേണിൽ വന്നിരിക്കുന്നത്. കണ്ടത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വരുന്ന കോളർ പാറ്റേൺ അല്ല, ഇത്തിരി ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു കോളർ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. സ്ലീവ് വരുമ്പോൾ ഇത് ഇങ്ങനെ വരും. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇന്നേഴ്സ് ഒക്കെ ഇട്ട് ഓപ്പൺ ചെയ്തൊക്കെ വെയർ ചെയ്യാനും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഫ്ലോയിങ് ഫാബ്രിക് ആണ് കേട്ടോ. ഒട്ടും ഇങ്ങനെ സ്റ്റിഫ് അല്ല, ഫ്ലോയിങ് ഫാബ്രിക് ആണ്. സൈസസ് XXL, XXL. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 3 പാറ്റേൺ വന്നിട്ടുണ്ട്. ബെനിയൻ ടൈപ്പ് ആയിട്ടുള്ളത്, അത് നോർമൽ ബെനിയനോ ലോ ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക്കോ അല്ല, ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് വരുന്നത്. മെറ്റീരിയൽ ഡാമേജോ കളർ ഡാമേജസോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെഷീൻ വാഷിംഗ് ചെയ്യാം. അങ്ങനത്തെ ടൈപ്പ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. സ്ട്രെച്ചബിൾ ആണ് മെറ്റീരിയൽ, നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. കാഷ്വൽ ആയിട്ട് നമുക്കൊരു ട്രിപ്പ് പോകാനായിട്ട്, പെട്ടെന്നൊക്കെയുള്ള ഒരു ആവശ്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന അടിപൊളി ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ. കാഷ്വൽ ആണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാഷ്വൽ വെയർ ആണ്. ഹിപ്പ് കവറേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സൈസസ് XXL ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് XL ലൂസ് ഫിറ്റിൽ വേണമെങ്കിൽ വെയർ ചെയ്യാം കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 370. നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഈ ബനിയൻ ഫാബ്രിക് എന്താണെന്നുള്ളത് നമ്മൾ കയ്യിൽ കിട്ടുമ്പോഴാണ് മനസ്സിലാകുന്നത്. നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നമുക്ക് ബോഡിയോട് ചേർന്ന് കിടക്കുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. ഇതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് ഒക്കെ ഇങ്ങനെ വരും. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് XL, XXL. പ്രൈസ് റേഞ്ച് വരുന്നത് 380. നെക്സ്റ്റ് വന്നിരിക്കുന്നതും സെയിം തന്നെ സ്ട്രെച്ചബിൾ ക്വാളിറ്റിയിൽ വരുന്നതാണ്. നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്ന ഐറ്റം ആണ്. നല്ലൊരു നെക്കൊക്കെ ആണെങ്കിലും നല്ല കവറേജും കാര്യങ്ങളും ഉണ്ട്. ഹിപ്പ് കവർ ചെയ്യുന്ന ലെങ്ത് ഉണ്ട്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് XL, XXL. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ മൾചന്തേരി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ടൈപ്പ് ആയിട്ടുള്ള ഫാബ്രിക്സ് അല്ല, ഒരു ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസും ആണ് ഇതെല്ലാം വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പിണ്ടൊക്കെ അതുപോലെ തന്നെ ഈ ഒരു വൈബാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലും ഇങ്ങനെ തന്നെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ക്വാളിറ്റിയുള്ള ഐറ്റം ആണ്. ഇത് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. മെഷീൻ വാഷ് ചെയ്ത് ചെയ്യരുത്, ഹാൻഡ് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 390. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫ് വൈറ്റിൽ നമുക്ക് കുറച്ച് ഷെയ്ഡ്സ്, കുറച്ച് പാറ്റേൺസ് നമ്മൾ കാണിച്ചെന്ന് തോന്നുന്നത്. ഇതൊക്കെ നോക്കിക്കേ, നമ്മൾ ഷോപ്പുകളിലൊക്കെ ചെന്നാൽ ഈ ഒരു പാറ്റേൺസ് ഒക്കെ കിട്ടും
നമുക്ക് ഇതിനകത്തൊക്കെ സാധാരണ അവർ എടുക്കുമ്പോഴും നമുക്ക് ഇന്നേഴ്സ് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ച് നല്ല ഹെവി പ്രൈസ് റേഞ്ച് ആയിരിക്കും. ഇതൊക്കെ ഒരു 375 ഈ ഒരു മോഡൽസ് ഒക്കെ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കി, കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മോഡൽസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ ആണെങ്കിലും പ്രൈസ് റേഞ്ച് ആലോചിച്ചാൽ മതി. ഈ ഒരു മെറ്റീരിയൽസ് നമുക്ക് കിട്ടുമോ എന്ന് ആലോചിച്ചാൽ മതി. കണ്ടോ, ഈ മെറ്റീരിയൽസ് ഒക്കെ നോക്കിക്കേ. ഇതുപോലുള്ള ടാങ്ക് ടോപ്സ് നമ്മൾ അകത്ത് യൂസ് ചെയ്താൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ. നല്ല മോഡൽസ് ആണ്. കോളേജ് വെയർ ആയിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഡെയിലി നമുക്ക് കളേഴ്സ്, നമുക്ക് മോഡൽസ് മാറി മാറി നമുക്ക് യൂസ് ചെയ്ത് പോകാൻ പറ്റും. കഴിച്ചാൽ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന റേറ്റ് ആയതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. നമ്മളെല്ലാവർക്കും നമുക്ക് എടുക്കാൻ പറ്റണം. ഇപ്പം നമുക്ക് ഒരുപാട് പ്രൈസ് റേഞ്ചിൽ നമുക്ക് ചിലപ്പം എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു അഫോർഡബിൾ റേഞ്ചിലാവുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ലാതെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. പേഴ്സണലി നമ്മൾ പോലും അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളും ഷോപ്പുകളിൽ പോയി പർച്ചേസ് ചെയ്യാറൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസ് ഒക്കെയാണ് നമ്മളും കൂടുതലായിട്ട് എടുക്കാറുള്ളത് കേട്ടോ. പക്ഷേ എല്ലാം നല്ല ഐറ്റംസ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ഉള്ള ഐറ്റംസ് തന്നെയാണ്. അങ്ങനെ കംപ്ലയിൻസോ കാര്യങ്ങളോ വരില്ല. വളരെ കുറവാണ് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുന്നത്, വളരെ കുറവാണ്. 100-ൽ എനിക്കൊന്നൊരു 95% കംപ്ലയിൻസ് വരത്തില്ല. നല്ല ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം വരുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡാണ്. ഇതിന്റെ മെറ്റീരിയൽ നിങ്ങൾ നോക്കിക്കേ. ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മളൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് അല്ല. നമ്മൾ ഓരോ പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ ഞാൻ ഇത്രയും കൂടുതൽ പറയുന്നത് ഇതുകൊണ്ടാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ എടുക്കുന്ന പാറ്റേൺസും അതുപോലെ തന്നെ മെറ്റീരിയൽസും കയ്യിലെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത്രയും പറയാനുള്ള കാരണങ്ങൾ തന്നെ അതാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് പോർഷനിലൊക്കെ ആയിട്ട് ചെറിയൊരു ഒരു മിഷൻ എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു കോളർ പാറ്റേൺ ആണ്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. നല്ല രസമായിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ്. നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒക്കെ ഇതിങ്ങനെ ഒരു എന്താ പറയുക ഒരു കട്ടിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഒരു മോഡലിലുള്ള ഒരു കട്ടിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്ര റിച്ച് ക്വാളിറ്റിയിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. സൈസസ് XXL ഉണ്ട്, XL-ലും യൂസ് ചെയ്യാം. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് പാറ്റേൺ നോക്കിക്കേ. വൈറ്റ് അതിൽ മൾട്ടി കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു ഷിഫോൺ ടൈപ്പ് ഫാബ്രിക്. അകത്ത് ഇതിന് സെപ്പറേറ്റ്ലി ഇന്നേഴ്സ് അവർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷനിൽ നമുക്കിത് ഇങ്ങനെ ഒരു മോഡൽ കൊടുത്ത് ഫ്രില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. സൈസസ് മീഡിയം ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 380. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. അതിൽ തന്നെ ഇച്ചിരി കൂടെ ബോട്ടിൽ ഗ്രീൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻസ് ആണ് വരുന്നത്. കോളർ ഡിസൈനിങ് ഒക്കെ കണ്ടോ, ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. നല്ല അടിപൊളി പാറ്റേൺ ആണ്. സൈസസ് XL ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു പോൾക്ക ഡിസൈൻ ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആണ്. മെറ്റീരിയൽ ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷനിൽ ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ ദേ നമുക്കൊരു 3/4 അല്ല ഒരു ഫുൾ സ്ലീവിനടുത്ത് സ്ലീവ് ലെങ്ത് ഉണ്ട്. ഇതുപോലെ തന്നെ കണ്ടോ ഇങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു മോഡലൊക്കെയാണ്. സൈസസ് സ്മോൾ മീഡിയം. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. അടിപൊളി ഒരു പാറ്റേൺ ആണ്. മെറ്റീരിയൽ നല്ല റിച്ച് ക്വാളിറ്റിയിൽ സോഫ്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. സ്ലീവ് വളരെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്ലീവ് പാറ്റേൺ ആണ്. നോക്കിക്കേ, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ലീവ് പാറ്റേൺ. നല്ല യെല്ലോ ഷെയ്ഡാട്ടോ, നല്ല ക്യൂട്ട് ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. സൈസസ് മീഡിയം ലാർജ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ്. അടിപൊളി ഒരു പാറ്റേൺ തന്നെയാണ്. കോളർ ഡിസൈൻ ആണ്. സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് ഉണ്ട്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. നല്ല പ്യുവർ ബ്ലാക്ക് ഷെയ്ഡിൽ ഈ ഒരു പ്രിന്റും കാര്യങ്ങളുമാണ്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷനിൽ ഈ ബട്ടൺ ഫുള്ളി നമുക്ക് ഓപ്പൺ ചെയ്യാം. ചെറിയൊരു ചൈനീസ് നെക്കൊക്കെയാണ്. സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവിനടുത്തുണ്ട്. ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ്. ട്രാൻസ്പെറന്റ് ഒന്നും അല്ല കേട്ടോ. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണ്. അതിൽ കംപ്ലീറ്റ്ലി കണ്ടോ നോക്കിക്കേ, നല്ലൊരു ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. നല്ല പിങ്ക് ഷെയ്ഡ് ആട്ടോ, നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു ക്യൂട്ട് ക്യാൻഡി ടൈപ്പ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. വെറൈറ്റി ആയിരിക്കും. നമ്മൾ ഇങ്ങനത്തെയൊക്കെ പാറ്റേൺസ് വെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. കണ്ടോ, നമുക്കിങ്ങനെ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും പാൻസിൻ്റെ കൂടെ ആണെങ്കിലും സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ തന്നെയാണ്. നമുക്ക് കണ്ടോ നല്ലൊരു എന്താ പറയുന്നത് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് ഒന്നൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവുന്ന രീതിയിലുള്ള എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് XL ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 380. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്കൊരു പോൾക്ക ഡോട്ട് ഡിസൈൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. കംപ്ലീറ്റ്ലി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതിനകത്ത് നമ്മൾ ഇന്നേഴ്സ് യൂസ് ചെയ്യണം. സ്ലീവ് വരുമ്പോൾ ഇങ്ങനെയാണ്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലേ. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ തന്നെയാണ്. ബ്രൗണും ഒരു
യെല്ലോ പോലെ ഷെയ്ഡ് വരുന്നതാണ്. ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ഒക്കെ ഡിസൈൻസ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു കണ്ട ഒരു ചെറിയൊരു പ്ലേറ്റ് പോലെയൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ പറയുന്നത്. ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. കംപ്ലീറ്റ്ലി കണ്ടോ നോക്കിക്കേ, നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. സ്ലീവ് ഒക്കെ ആണെങ്കിലും വെറൈറ്റി ആയിട്ട് വരുന്നൊരു സ്ലീവ് പാറ്റേൺ ആണ്. ഫ്രണ്ട് പോർഷനിൽ കണ്ടോ നല്ല അടിപൊളി ഒരു ഫ്ലോറൽ ഒരു പാച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. നല്ല സ്റ്റൈലായിരിക്കും കേട്ടോ. ഇതുപോലെ ബ്ലാക്ക് പാൻസിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്താലും സ്റ്റൈലായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. സൈസസ് മീഡിയം ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഇന്നേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലാക്ക് ഇന്നർ ആണ് നമ്മളിത് കണ്ടോ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഇന്നേഴ്സ് നമ്മൾ ഈ ആദ്യത്തെ വീഡിയോസ് നമ്മൾ സ്റ്റാർട്ടിങ് നോക്കുമ്പോൾ അറിയാം, ഞാൻ ഇന്നർ യൂസ് ചെയ്യാതാണ് ഈ ടോപ്പ് നമ്മൾ കാണിച്ചിരുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്, നമുക്കിപ്പോൾ ഇത്തിരി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണെങ്കിൽ ഇതുപോലെ ടാങ്ക് ടോപ്സോ ഇന്നേഴ്സോ യൂസ് ചെയ്താൽ ഇത് ഇത്രയും നല്ല കവറേജ് കിട്ടും. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് വിസിബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരിടവും നമുക്ക് അങ്ങനെ ഒരു വിസിബിൾ ആകത്തില്ല. അത് മാത്രമല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഈ ഒരു ടാങ്ക് ടോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടോപ്പ് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂസേ ഉണ്ടാവില്ല കേട്ടോ. ഇത് ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും അത് മാറ്റി വെക്കേണ്ട. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ആയിരിക്കും, അത് ഇഷ്ടമുള്ള പാറ്റേൺസ് ആയിരിക്കും. ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനത്തെ ടാങ്ക് ടോപ്സോ അല്ലെങ്കിൽ ഇന്നേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ആദ്യം തുടക്കം നമ്മൾ നോക്കിയാൽ മതി ആ വീഡിയോസിൻ്റെ. ഇപ്പോൾ നോക്കുമ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. പ്രൈസ് റേഞ്ച് ഇതിൻ്റെ നല്ല ബ്രിക്ക് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ലാർജ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. മീഡിയത്തിന് യൂസ് ചെയ്യാം കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 375 ആണ്. ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത്. ഇന്നേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, ബ്ലാക്കും വൈറ്റും. പ്രൈസ് റേഞ്ച് വരുന്നത് 175 ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കുക. അടുത്ത ദിവസം നമുക്ക് നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. പിന്നെ അത് മാത്രമല്ല, കിട്ടാത്തവർ വിഷമിക്കേണ്ട, അടുത്ത ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഗ്യാപ്പ് ഇട്ടായിരുന്നു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും വീഡിയോസ് നമ്മൾ കഴിവതും എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ദിവസങ്ങളിൽ അടുത്ത കളക്ഷൻ കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ എല്ലാ ദിവസവും വീഡിയോസ് വിടാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിലെ കളക്ഷൻസ് ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.